ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം തുറന്നാലും കേൾക്കുന്ന ഒരു വേർഡാണല്ലേ സ്മൈൽ ഡിസൈനിങ്. ഈ കാണുന്ന സെലിബ്രിറ്റീസിനെ ഒക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവർക്കൊക്കെ ഇത്രയും ഐഡിയൽ സ്മൈൽ എവിടുന്നാണ് കിട്ടിയതെന്ന്. ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. അവരൊക്കെ ഏതെങ്കിലും ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് ഒരു പ്രോട്ടോകോൾ, സ്മൈൽ ഡിസൈനിങ് പ്രോട്ടോകോൾ ഫോളോ ചെയ്തിട്ടാണ് ഈ കാണുന്ന സ്മൈൽ അവർക്ക് കിട്ടിയിട്ടുണ്ടാവുക. എന്നാൽ സെലിബ്രിറ്റീസിന് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും ഈ ഒരു സ്മൈൽ അച്ചീവ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഈ സ്മൈൽ ഡിസൈനിങ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഫേസിനും നിങ്ങളുടെ പേഴ്സണാലിറ്റിക്കും ഒക്കെ അനുയോജ്യമായിട്ടുള്ള ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ഒരു കോസ്മെറ്റിക് ട്രീറ്റ്മെന്റ് പ്ലാൻ ആണ്. അപ്പോൾ എനിക്ക് സ്മൈൽ ഡിസൈനിങ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതൊരു പ്രൊസീജിയർ അല്ല, അതിൽ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഇൻവോൾവ് ആണ്. ലൈക്ക് സെറാമിക് വെനീർസ് ആവാം, ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെന്റ് ആവാം വിത്ത് ബ്രേസസ്, അല്ലെങ്കിൽ അലൈനേഴ്സ്, ഗം ട്രീറ്റ്മെന്റ്സ് ഇൻവോൾവ് ആയിട്ടുണ്ടാവും, ഇംപ്ലാന്റ്സ് ഇൻവോൾവ് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ടൂത്ത് വൈറ്റനിങ് ഇൻവോൾവ് ആയിട്ടുണ്ടാവും. അങ്ങനെ ഇതിൽ ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ ഇതിന്റെ ഒരു കോമ്പിനേഷൻ ഓഫ് ട്രീറ്റ്മെന്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് പ്രോട്ടോകോളിനെയാണ് നമ്മൾ ഈ സ്മൈൽ ഡിസൈനിങ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രശ്നം എന്താണ്, നിങ്ങൾക്ക് എത്ര ഐഡിയലായിട്ട് സ്മൈൽ കറക്റ്റ് ചെയ്യണം എന്നുള്ളതിനനുസരിച്ചിട്ടാണ് ഈ സ്മൈൽ ഡിസൈനിങ്ങിന് എത്ര സമയം എടുക്കും, എത്ര കോസ്റ്റ് ആവും എന്നൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. അതിന്റെ ടൈം എന്ന് പറയുന്നത് ജസ്റ്റ് ഫ്യൂ അവേഴ്സ് ആവാം, അല്ലെങ്കിൽ മന്ത്സ് ആവാം. അപ്പോൾ നിങ്ങൾക്കും സ്മൈൽ കറക്ഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇനി ആ ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട. യുവർ സ്മൈൽ ഡിസൈനിങ് ഇസ് ജസ്റ്റ് എ ഡെന്റൽ കൺസൾട്ടേഷൻ എവേ. ഇനി ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഈ മുകളിൽ പറഞ്ഞ ട്രീറ്റ്മെന്റിന്റെ കോമ്പിനേഷൻ ആയിട്ടും അല്ലെങ്കിൽ ഇതിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് ആയിട്ടും നമ്മൾ ഇവിടെ വരുന്ന പേഷ്യൻസിന് എങ്ങനെയാണ് നമ്മൾ അവരുടെ സ്മൈൽ ഡിസൈനിങ് ചെയ്തു കൊടുത്തത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവരുടെ സ്മൈൽ എൻഹാൻസ്മെന്റ് ചെയ്തത് എന്നുള്ളതൊക്കെ ഒരു സീരീസ് ഓഫ് കേസസ് ആയിട്ട് നമ്മൾ പ്രസന്റ് ചെയ്യുന്നുണ്ട്. ഇനിയും സ്മൈൽ ഡിസൈനിങ്ങിനെ പറ്റി എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം.